നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബീഹാറിൽ തകർന്നു വീണ മഹാസഖ്യം. നിതീഷ് കുമാറിൻ്റെ കരുത്താണ് ബീഹാറിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. ഒപ്പം മോദിയുടെയും BJPയുടെയും ഒക്കെ ശക്തമായ നീക്കങ്ങൾ. ബീഹാറിൽ താമര വിരിയുക മാത്രമല്ല, 2/3 ഭൂരിപക്ഷം ഉറപ്പിച്ച് നീങ്ങുകയാണ് ഇപ്പോൾ NDA. ജനങ്ങൾ വോട്ട് ചെയ്തത് സമാധാനത്തിനും വികസനത്തിനും വേണ്ടി. അടുത്തത് ബംഗാൾ എന്ന് ഗിരിരാജ് സിംഗ്. നിതീഷ് കുമാറിൻ്റെ ക്യാപ്റ്റൻസിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും മറികടന്ന് 2/3 ഭൂരിപക്ഷത്തോടെ NDA ബീഹാറിൽ കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇല്ല, 20 കൊല്ലത്തെ നിതീഷ് രാജ് ഭരണത്തിന് തടയിടാൻ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും കഴിയില്ല എന്നുറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം. നിതീഷ് കുമാറിനെ തറപറ്റിക്കും എന്ന് ശപഥം ചെയ്ത് കളത്തിലിറങ്ങിയ മഹാഗഠ്ബന്ധൻ അമ്പെ അടിപതറി. ഭരണത്തിലെ പോരായ്മകളും SIR, വോട്ട് മോഷണം തുടങ്ങി ആരോപണങ്ങൾ ഉയർത്തി മഹാസഖ്യം പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കളം നിറഞ്ഞിരുന്നു. എന്നാൽ NDAയ്ക്കും നിതീഷ് കുമാറിനും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും കഴിഞ്ഞില്ല എന്നുറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നതായിരുന്നു NDAയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. മോദിയും നിതീഷ് കുമാറും ഒരുമിച്ച് കളം നിറഞ്ഞു. BJP JDU ക്യാമ്പുകൾ ഒന്നിച്ച് കളം നിറഞ്ഞ് പ്രചരണം നടത്തി. 2020 തെരഞ്ഞെടുപ്പിൽ BJPക്കും JDUവിനുമിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ ഇക്കുറി അതൊന്നും പ്രകടമായിരുന്നില്ല. കാലങ്ങളായി ബീഹാറിൽ നിതീഷ് കുമാറിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ്. ഇക്കുറി നിതീഷിനൊപ്പം അവർ ചേർന്ന് നിന്നു. ഒപ്പം സ്ത്രീപക്ഷ വോട്ടുകളും സമാഹരിക്കാൻ നിതീഷിന് കഴിഞ്ഞു. 20 കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു നേതാവ്, ആ നേതാവിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉയർന്നു വരുമെന്നായിരുന്നു മഹാസഖ്യത്തിൻ്റെ കണക്കുകൂട്ടൽ. NDAയെ ഇക്കുറി തറപറ്റിക്കാൻ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉപയോഗപ്പെടുത്തുകയായിരുന്നു മഹാസഖ്യത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. എന്നാൽ മറുവശത്ത് NDA ശക്തമായ ചില പ്രചരണങ്ങൾ നടത്തി. പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ ജംഗിൾ രാജ് മടങ്ങിവരുമെന്ന് NDA ആവർത്തിച്ചു. RJD നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ലാലു പ്രസാദിന് മോഹമെന്നും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കി ലാലു പ്രസാദിൻ്റെ ജംഗിൾ രാജ് നടപ്പിലാക്കുമെന്നും NDA പ്രചരണം അഴിച്ചുവിട്ടു. തേജസ്വി യാദവിനെ ബീഹാർ മുഖ്യമന്ത്രിയാക്കാനും മറുവശത്ത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനും ലാലു പ്രസാദും സോണിയാഗാന്ധിയും ആഗ്രഹിക്കുന്നു. അതിന് തൽക്കാലം കസേരകൾ ഒഴിവില്ല എന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം. BJP JDU LJP ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച, ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവരാണ് NDA സഖ്യമായി ഇക്കുറി മത്സരിച്ചത്. 101 സീറ്റുകളിൽ വീതമാണ് BJPയും JDUവും മത്സരിച്ചത്. നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ NDA തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി. നിതീഷ് കുമാറിൻ്റെ സ്വീകാര്യതയെ പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യുന്നതിൽ NDA വിജയിച്ചു. ഇക്കാര്യത്തിൽ BJP നിതീഷിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ബീഹാറിൽ NDA സഖ്യം അടിപതറിയാൽ അത് കേന്ദ്രത്തെയും ബാധിക്കുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ NDA സർക്കാരിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. 2 മുന്നണികളിലായി ചാടിക്കളിച്ച് കഴിഞ്ഞ 20 വർഷം മുഖ്യമന്ത്രി കസേരയിലിരുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടവും. നിതീഷിനെക്കുറി മുഖ്യമന്ത്രി പദം നിഷേധിച്ചാൽ അതൊരു പക്ഷേ മോദിയുടെ പ്രധാനമന്ത്രി കസേരയെപ്പോലും തുലാസിലാക്കും. അതുകൊണ്ട് തന്നെ BJP നിതീഷിനൊപ്പം ചേർന്ന് നിന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയായ SIR സർക്കാരിനെ അടിക്കാൻ പ്രതിപക്ഷം ഉപയോഗിച്ച മുഖ്യ ആയുധമായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് വോട്ടുചോരി വിവാദവുമായി കളത്തിലിറങ്ങിയത്. എന്നാൽ ഈ വിവാദമൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. RJD, കോൺഗ്രസ്, CPI, CPM, CPI, ML, മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, ഇന്ദ്രജിത് പ്രസാദ് ഗുപ്തയുടെ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പാർട്ടി തുടങ്ങിയവർ ഉൾക്കൊള്ളുന്നതായിരുന്നു മഹാഗഠ്ബന്ധൻ. RJD അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടി. തേജസ്വി യാദവിൻ്റെ ചെറുപ്പം വോട്ടാക്കി മാറ്റാമെന്നായിരുന്നു മഹാസഖ്യത്തിൻ്റെ കണക്കുകൂട്ടൽ. തേജസ്വിയുടെ സ്വീകാര്യത കൂടുതൽ വോട്ടാകുമെന്ന് മഹാസഖ്യം ഉറപ്പിച്ചു. ജൻസ്വരാജ് പാർട്ടിയും OWൈസിയുടെ പാർട്ടിയും RJDയും ഒക്കെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ വീഴ്ത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത്. എങ്കിലും
പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടിക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇക്കുറി കഴിഞ്ഞില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDA നിർണായക വിജയത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ സൈബർ ആക്രമണം. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 95 തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുണ്ടായി എന്ന് പരിഹസിച്ചുകൊണ്ട് BJP രംഗത്തിറങ്ങി. ഇത് കാണിക്കുന്ന ഒരു മാപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി. BJP IT സെൽ തലവൻ അമിത് മാളവ്യയാണ് പരിഹാസത്തിന് നേതൃത്വം നൽകിയത്. 2004 മുതൽ 2025 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംസ്ഥാന അധികാരം നഷ്ടപ്പെടുകയോ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്ത 95 തെരഞ്ഞെടുപ്പുകളാണ് അവർ എടുത്തു കാട്ടിയത്. രാഹുൽ ഗാന്ധി ഇതാ മറ്റൊരു തെരഞ്ഞെടുപ്പ്, മറ്റൊരു പരാജയം. തെരഞ്ഞെടുപ്പ് സ്ഥിരതയ്ക്ക് അവാർഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതെല്ലാം തൂത്തുവാരുമായിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര പ്രചാരകരിൽ ഒരാളായതിനു ശേഷം കോൺഗ്രസ് പരാജയപ്പെട്ട സംസ്ഥാനങ്ങളിലെ 95 മത്സരങ്ങളുടെ പട്ടിക BJP പുറത്തിറക്കി. എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒന്നിലധികം തവണ പരാജയപ്പെട്ടു. മഹാസഖ്യത്തിനുള്ളിൽ തന്നെ ഏകദേശം 15ഓളം സീറ്റിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ സൗഹൃദ മത്സരത്തിൽ വരെ ഏർപ്പെട്ടു. മുകേഷ് സാഹ്നിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച നിഷാദ് സമുദായത്തിൻ്റെയും തൊഴിലാളി സമൂഹത്തിൻ്റെയും വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല. തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് വിസമ്മതിച്ചു. അശോക് ഗെഹ്ലോട്ട് ഇടപെട്ട് മഞ്ഞുരുക്കിയാണ് പിന്നീട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതുപോലും. ബീഹാറിൽ ഇക്കുറി റെക്കോർഡ് പോളിംഗ് ആയിരുന്നു. 66.91%. 2 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ്. എക്സിറ്റ് പോളിനെ പോലും മലർത്തിയടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ NDA നേടിയിരിക്കുന്നത്. NDA തേരോട്ടത്തിൽ തകർന്നടിഞ്ഞ പല ഇന്ത്യ സഖ്യ പാർട്ടികളുടെയും മണ്ഡലങ്ങൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നിതീഷ് കുമാർ 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തു. ഇത്രയും കാലം രാപകലില്ലാതെ താൻ കുടുംബത്തെ മറന്ന് ബീഹാറിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നാണ് നിതീഷ് ആ വീഡിയോയിൽ പറഞ്ഞത്. 2005 മുതൽ ബീഹാറികളെ സേവിക്കാൻ അവസരം ലഭിച്ചു. ഒരു ബീഹാറിയായിരിക്കുക എന്നത് അപമാനകരം എന്ന് കരുതുന്ന കാലമായിരുന്നു അത്. ജനങ്ങളെ കയ്യിലെടുക്കാൻ എന്നും ബഹുമിടുക്കനായിരുന്നു നിതീഷ് കുമാർ. പതിറ്റാണ്ടുകളോളം പയറ്റിയ രാഷ്ട്രീയ പരിചയത്തിൽ അവസാന നിമിഷങ്ങളിൽ നിതീഷിൻ്റെ ഭാഗത്തു നിന്ന് പല അത്ഭുതങ്ങളും വരിയും എന്ന് മഹാസഖ്യം ഉറപ്പിച്ചിരുന്നു. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, സ്ത്രീ വോട്ടർമാരുടെ സ്വീകാര്യത, ജാതി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതിലെ കൗശലം എന്നിവയൊക്കെ കൈമുതലാണ് നിതീഷിന്. ബീഹാറിൻ്റെ മണ്ണിൽ നിതീഷ് പാകിയ രാഷ്ട്രീയ വിത്ത് വല്ലാതെ തഴച്ചു വളരുന്നതാണ് ഇക്കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നമ്മൾ കാണുന്നത്. തരാതരം കളമ്പാറിക്കളിച്ചിട്ടും നിതീഷ് കുമാറിന് ബീഹാറിൽ ഇപ്പോഴും ജനപിന്തുണയുണ്ട് എന്നുറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതലാണ് മഹാസഖ്യവുമായുള്ള കൂട്ടുവെട്ടി NDAയിലെത്തി മുഖ്യമന്ത്രി കസേരയിൽ വീണ്ടും അമർന്നിരുന്നത് നിതീഷിനെ ഏറെ സന്തോഷത്തോടെ NDA സ്വീകരിക്കുന്ന കാഴ്ച. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും നിർണായക സ്ഥാനം വഹിച്ച സംസ്ഥാനമാണ് ബീഹാർ. ലോക്സഭയിലേക്ക് കൂടുതൽ MPമാരെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്ന്. 2020 കപ്പിനും ചുണ്ടിനുമിടയിൽ ഭരണം നഷ്ടമായ മഹാസഖ്യത്തിന് തിരിച്ചുവരാം എന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ എല്ലാം നിതീഷ് കുമാറും NDAയും തകർത്തെറിഞ്ഞു. യുവതിയുടെ പ്രതീകമായി തേജസ്വി യാദവിനെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടം അറുപരാജയമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയും സ്വയം വിമർശനങ്ങൾക്കും തിരുത്തലുകൾക്കും വിധേയനാകാൻ നിർബന്ധിതനാകുന്ന സമയം. 2020 75 സീറ്റുകളോടെ അന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു RJD. എന്നാൽ ഇത്തവണ അതിൻ്റെ പകുതി സീറ്റ് പോലും നേടാൻ RJDക്ക് കഴിയുന്നില്ല. യാദവ മുസ്ലിം വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് RJDക്ക് ഇപ്പോഴും വളരാൻ കഴിയുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാട്ടിത്തരുന്നു. മുന്നോക്ക വോട്ടുകൾ ആശ്രയിക്കുന്ന കോൺഗ്രസ് ദയനീയമാണ് ഇപ്പോഴും ബീഹാറിലെന്ന് ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒടുവിൽ 10 സീറ്റിൽ ഒതുങ്ങി. എന്നാൽ ഇക്കുറി 6 സീറ്റിൽ മത്സരിച്ചിട്ട് ഒറ്റയക്കം കടക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. 2020 മഹാസഖ്യത്തിന് 15 സീറ്റുകളുടെ വ്യത്യാസത്തിനാണ് NDAയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത്.
അപ്പോഴും 75 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD ആയി തുടർന്നിരുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിൽ SIR ആണ് എന്ന് കോൺഗ്രസ് പറയുന്നു. ബീഹാറിൽ NDA തങ്ങളുടെ ഭരണമുറപ്പിക്കുന്നത് 3/2 ഭൂരിപക്ഷത്തോടെ. യാതൊരു വിധത്തിലും നിലയുറപ്പിക്കാൻ കഴിയാത്ത ഇന്ത്യ സഖ്യം, ഒരക്ക സംഖ്യ മറികടക്കാൻ കഴിയാതെ തകർന്നു വീഴുന്ന കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്ക് എത്ര കാലം ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കഴിയും? നേതാവിൻ്റെ ദൗർബല്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും വ്യക്തമാകുന്നത്. മഖാനിയുടെ നാടായ ബീഹാറിൽ താമര വീണ്ടും വിരിയും എന്നുറപ്പിക്കുന്നതായിരുന്നു ആദ്യ പല സൂചനകൾ. RJDയുടെ ബലത്തിൽ ബീഹാർ പിടിച്ചടക്കാം എന്ന് കരുതിയ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ തിരിച്ചടികളുടെ കാലം. എന്നാൽ NDAയുടെ ഭാഗമായി മത്സരിച്ച രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുകേഷ് സാഹ്നിക്കും പാർട്ടിക്കും കനത്ത തിരിച്ചടി. ചിരാഗ് പാസ്വാനോട് അടങ്ങാത്ത പക നിതീഷിൻ്റെ മനസ്സിലുണ്ട്. അതുതന്നെയാവും പാസ്വാന്റെ പാർട്ടിയുടെ തോൽവിയുടെ കാരണവും. എന്തായാലും BJPയും NDAയുമൊക്കെ ബീഹാർ പിടിച്ചടക്കുന്ന കാഴ്ച. തകർന്നു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.